ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനി ആദർശിനെ വിളിക്കുന്ന ആ ഒരു സീൻ തന്നെയാണ്. അങ്ങനെ ആദർശിനോട് ചോദിച്ചു, നിന്റെ അടുത്ത് നയനെ ഉണ്ടോ? സത്യം പറ മോനെ എന്ന് പറഞ്ഞു. ആദർശ് കള്ളം പറയില്ല, പ്രത്യേകിച്ച് മാല ഇട്ടത് കൊണ്ട് തന്നെ കള്ളം പറയില്ല. അതുകൊണ്ട് നമ്മുടെ ആദർശ് പറയുകയാണ് നയനെ ഉണ്ട് എന്ന്. അപ്പം ദേവയാനി എന്ത് പറഞ്ഞു? നീ എന്ത് പരിപാടിയാടാ കാണിക്കുന്നത്? നിനക്ക് എന്നോട് ഒരു ആത്മാർത്ഥതയും ഇല്ലല്ലോ, നീ അവളുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഏതായാലും നമ്മുടെ നയനയുടെ കൈ കൊടുത്തു. നയനയുടെ കൈ കൊടുത്തതും എന്താ അമ്മേ എന്നിങ്ങനെ ചോദിച്ചതും, ആരാടി നിന്റെ അമ്മ? അല്ല, നിന്നോടെ എന്നെ അമ്മ എന്ന് വിളിക്കാൻ ആരാ പറഞ്ഞത്? മേലാല് ഇനി എന്നെ അമ്മ എന്ന് വിളിച്ചു പോകരുത്. എന്നെ വിഷം തന്ന് കൊല്ലാൻ നോക്കിയ നീ എന്നെ അമ്മ എന്ന് വിളിക്കുന്നതേ എനിക്കത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇപ്പൊ തന്നെ ആ റൂമിൽ നിന്ന് വെളിയിൽ പോണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞ, അമ്മ എന്താ അമ്മേ, അമ്മ ഇങ്ങനെ വയലന്റ് ആകാതെ, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ മാലയിട്ട മറ്റു പുരുഷന്മാരും ഉണ്ടല്ലോ, എന്നിട്ട് അവര് ഭാര്യമാരുടെ കൂടെയാണല്ലോ കിടക്കുന്നത്, എന്നിട്ട് ഞാന് നിലത്ത് പാ വിരിച്ചാ കിടക്കുന്നത്. അമ്മ എന്താ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? എനിക്ക് ഇപ്പൊ കുറച്ച് ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു എന്നോട് ഇവിടെ കിടക്കാന്. അതുമല്ല, ഒന്ന് ഓർത്തു നോക്കിയ ആദർശേട്ടന് ഇവിടെ തന്നെയുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ അത് മനസ്സിലാക്കാത്തത്? ദേ, നീ എന്നോട് തർക്കുത്തരവും ഒന്നും പറയണ്ട. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നീ ഇപ്പൊ തന്നെ ആ റൂമിനകത്ത് നിന്ന് ഇറങ്ങണം. ഇനി ആ റൂമിനകത്ത് കിടന്നാല് ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നയനെ, എന്റെ തനി സ്വഭാവം നീ അറിയും. നീ വിഷം കലക്കിയ പാല് മാറ്റി വെച്ച് എനിക്ക് തന്നെ എന്നെ കൊല്ലാനും ശ്രമിച്ചിട്ട് ഇപ്പൊ നീ എന്റെ മോന്റെ കൂടെ ഞാൻ ഇല്ലാത്ത തക്കം നോക്കി അവനെ വശത്താക്കി നീ അവന്റെ നോയിമ്പ് മുടക്കാൻ നോക്കുക അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം, ഞാൻ ആരുടെയും നോയിമ്പൊന്നും മുടക്കുന്നില്ലമ്മേ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ബാക്കിയുള്ള ഭർത്താക്കന്മാരുടെ കൂടെ എല്ലാം ഭാര്യമാർക്ക് കിടക്കാം. പിന്നെ എനിക്ക് എന്താ പ്രശ്നം? ഇനി അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മ വയലന്റ് ആകണ്ട, ഞാൻ ഇവിടുന്ന് മാറി കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. അപ്പൊ ജലജ ചോദിച്ചു, എന്താ അവള് പറഞ്ഞത്? അവള് വല്ല ന്യായീകരണം പറഞ്ഞു കാണുമല്ലേ എന്ന് പറഞ്ഞപ്പം, അവള് എന്ത് പറയാനാ, അവൾ അവിടെ ഉണ്ട്. ജലജെ, നീ പറഞ്ഞത് ശരിയാ. ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഏടത്തി ഒന്ന് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? എന്റെ മകൻ കള്ളം മാത്രമേ പറയത്തുള്ളെന്ന്. എന്നിട്ട് ഇപ്പൊ എന്താ, എന്റെ മകൻ കള്ളം പറഞ്ഞാണോ? അല്ലല്ലോ, ഇതാ ഞാൻ പറയുന്നത്. അവൻ അവളെ മനഃപൂർവ്വം റൂമിനകത്ത് കയറ്റിയതാ. ആദർശിനെ വളച്ചു വശത്താക്കാനുള്ള എല്ലാ വിദ്യയും നയനയുടെ കയ്യിലുണ്ട്. ഇപ്പെന്തേ ഇവിടെ കിടക്കുന്നില്ലേ ഏടത്തി? അതിന്റെ പ്രധാന കാരണം അവളാണെങ്കിൽ ഇനി ഓരോരുത്തരുടെ ജീവൻ അവള് കൊല്ലും. ജീവൻ എടുക്കാൻ വേണ്ടി വന്നവൾ അവള്, അല്ലാതെ അതിനകത്ത് ജീവിക്കാൻ വേണ്ടി വന്നവളല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ദേവയാനിയുടെ പ്രഷർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദേവയാനിക്കാണെങ്കിൽ ഇനിയിപ്പം റൂമിന് വെളിയിൽ പോകുവോ, അതോ ഇനി അവിടെ കിടന്ന് ഉറങ്ങുവോ, നോയിമ്പ് മുടങ്ങുവോ, ഇനിയിപ്പോ അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുവോ, ഇനി ഫസ്റ്റ് നൈറ്റ് നടന്നാൽ കുഞ്ഞുണ്ടാകുവോ എന്നുള്ള ആ ഒരു ചിന്തയിലൊക്കെയാണ്. ഏതായാലും ഇതേ സമയം നമ്മുടെ നയന പറയാണ്, ആദർശേട്ടാ ഞാന് ഏതായാലും ഇവിടെ നിൽക്കുന്നില്ല, ഞാന് ഈ റൂമിൽ നിന്ന് ഞാൻ പോവുക. ഇനിയിപ്പോ അമ്മയുടെ സമാധാനക്കേട് എന്തിനാ വെറുതെ ഒരു രോഗിയായിട്ട് കിടക്കുന്ന അമ്മയുടെ സമാധാനം ഞാൻ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പോവുക. ഇനിയിപ്പം സംശയമായിട്ട് വീഡിയോ കോൾ വല്ലതും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് പ്രശ്നമാകും. അതുകൊണ്ട് അമ്മയുടെ സമാധാനം കളയണ്ട, ഞാന് മറ്റേ റൂമിൽ പോയി കിടന്നോളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, വേണ്ട നയനെ, നീ ഇവിടെ നിൽക്കും. വേണ്ട, ശരിയാവില്ല, അത് ശരിയല്ല. അമ്മ പറഞ്ഞതല്ലേ, അമ്മ പറഞ്ഞത് കേട്ടേ പറ്റൂ. ഞാൻ ആവുന്നത് ഞാൻ പറഞ്ഞതല്ലേ ആദർശേട്ടനോട് ഞാൻ ഇവിടെ കിടക്കുന്നില്ലെന്ന്. അപ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു, ഇതിപ്പോ ആരായിരിക്കും ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അല്ല, ഇവിടുത്തെ വിവരങ്ങൾ എങ്ങനെയായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാകുക? ഏതായാലും നവ്യ പറയാൻ പോകുന്നില്ല, മുത്തശ്ശനും മുത്തശ്ശിയും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം, അവരൊന്നും പറയാൻ പോകുന്നില്ല, പക്ഷെ പറയാനുള്ള വേറൊരാൾ ഇവിടെ ഉണ്ടല്ലോ. അഭിയായിരിക്കും, അവൻ തന്നെയായിരിക്കും ഈ കാര്യം പറഞ്ഞത്. അതിന് വേറെ വല്ല മാറ്റം ഉണ്ടോ? അവൻ തന്നെയായിരിക്കും ആദർശേട്ടാ പറഞ്ഞത്. ഇനിയിപ്പൊ ചോദിക്കാനോ പറയാനോ ഒന്നിനും പോകണ്ട, മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും അറിയണ്ട. ഞാൻ ഏതായാലും റൂമിന് വെളിയിൽ കിടന്നോളാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ റൂമിന്റെ വെളിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഏതായാലും ഒത്തിരി ദൂരെ പോകാതെ റൂമിന് വെളിയിൽ തന്നെ പായിട്ട് കിടക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ആദർശിന് ഇനി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ഓർത്തിട്ടൊക്കെ ആയിരിക്കാം. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴത്തേക്കും ദേവയാനിക്ക് പെട്ടെന്ന് വയറ് നോവ് വരികയാണ് കേട്ടോ. അങ്ങനെ വയറ് നോവെന്ന് പറഞ്ഞാൽ വയറുവേദന വരികയാണ്. അങ്ങനെ വയറുവേദന വന്നത് നമ്മുടെ ദേവയാനി, അയ്യോ എന്റെ അമ്മോ, എന്റെ വയറ് പൊട്ടിപ്പോന്നേന്നും പറഞ്ഞു കരഞ്ഞു. അപ്പം ജലജയും നമ്മുടെ ജാനകിയും കൂടി ഓടി വന്നിട്ട്, എന്താ എടുത്തിന്ന് ചോദിച്ചപ്പം, എനിക്കറിയില്ല, ഞാനിപ്പോ ചത്തുപോകുന്ന തോന്നുന്നത്, പരവേശം എടുക്കുക, അതിൻ്റെ കൂടെ തൊണ്ടയൊക്കെ വരണ്ട് ഉണങ്ങുന്നത് പോലെ വയറിനകത്ത് എന്തോ ഉരുണ്ടുമറിയ, എനിക്കറിയില്ല, ഞാനിപ്പോ ചത്തുപോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെപ്രാളപ്പെടുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ജലജ സിസ്റ്റർ എന്ന് പറഞ്ഞ് ജലജ
ജലജയും ജാനകിയും കൂടെ പോയി സിസ്റ്ററിനെ വിളിച്ചോണ്ട് വന്നു. അവിടുത്തെ ഒരു നേഴ്സിനെ വിളിച്ചോണ്ട് വന്നു. നേഴ്സ് ആണെങ്കിൽ നേഴ്സ് നോക്കിയിട്ട് പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ചിട്ടു. അപ്പൊ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഡോക്ടർ വന്ന് നേരെ ICUലേക്ക് കൊണ്ടുപോവാണ്. വീണ്ടും ICUലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പൊ വേറെ ഒന്നുമല്ല, കുറച്ച് സീരിയസ് തന്നെയാണ്. വെറുതെ ഇരുന്ന് നമ്മുടെ ദേവയാനീനെ കുത്തി പിരി ഇളക്കിയത് വേറെ ആരുമല്ല, ജലജയും ജാനകിയും കൂടെ ചേർന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ ജലജയും ജാനകിയാണ് ഈ ഒരു അസുഖത്തിന് ഈ ഒരു അസുഖം വഷളാകാനുള്ള കാരണം. അതുമാത്രമല്ല, വേറെയും കാരണമുണ്ട്. അങ്ങനെ നമ്മുടെ ജയൻ വരുന്നു. ജയൻ വന്നിട്ട് ഡോക്ടറിനോട് ചോദിക്കുക, എന്താ ഡോക്ടറെ പറ്റിയത്, എന്താ രോഗമൊക്കെ കുറഞ്ഞെന്നല്ലേ പറഞ്ഞത്, ഞങ്ങളൊന്ന് ആശ്വസിച്ചതായിരുന്നു, ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ എത്ര പെട്ടെന്ന് സംഭവം ഉണ്ടാകാൻ കാരണം എന്നാന്ന് അറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ആ വിഷം മറ്റ് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെയും ബാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിഷയമായി തന്നെ തീരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്. അതിപ്പം സംശയം മാത്രമാണ്. ഞങ്ങൾ ടെസ്റ്റിനൊക്കെ വിട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പൊ എന്താ പറ്റിയത്, എന്റെ ഭാര്യയ്ക്ക് എന്താ പറ്റും, ഒന്ന് തുറന്ന് പറ ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോ വേറൊന്നുമല്ല, ഇത് കരളിനെ കയറി പിടിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ സിംറ്റം ഒന്നും കാണിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ ടെസ്റ്റിന്റെ ഒക്കെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതേ സമയം നമ്മുടെ ജയൻ നേരെ നയനയും ആദർശിനെയും വിളിക്കാണ് കേട്ടോ. അങ്ങനെ ജയൻ ആദർശിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇവിടുത്തെ കാര്യം കുറച്ച് സീരിയസ് ആണ്, അമ്മയ്ക്ക് ഇപ്പം എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഡോക്ടർ പറയുന്നത്, വേറെ അവയവങ്ങളെയും കൂടെ ഇത് ബാധിച്ചു ഒക്കെ എന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, വേദന കൊണ്ട് മോന്റെ അമ്മ ഇവിടെ കിടന്ന് പൊളയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആദർശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഫോൺ കട്ട് ചെയ്ത് ഞാൻ ഇപ്പൊ വരാം, അച്ഛൻ ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നയനി അടുത്ത് നിപ്പുണ്ടായിരുന്നു. അപ്പൊ നയനി ചോദിച്ചു, എന്താ ആദർശേട്ടാ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നുമല്ല, അമ്മയ്ക്ക് അസുഖം കൂടി. അമ്മയ്ക്ക് അസുഖം കൂടിയെന്നോ? അമ്മയ്ക്ക് അസുഖം കുറഞ്ഞതായിരുന്നല്ലോ, ഇനിയിപ്പം വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം എന്തേ അമ്മയ്ക്ക് അസുഖം കൂടി. എനിക്ക് തോന്നുന്നത് ഞാനും നീ ഒരുമിച്ച് കിടക്കുന്നൊക്കെ അറിഞ്ഞ് മിക്കവാറും പ്രഷറൊക്കെ കൂടിക്കാണും. അമ്മയ്ക്ക് ഈ പ്രഷർ കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നതാണല്ലോ, ആ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ. ഇനിയിപ്പൊ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല നയന. പിന്നെ അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, ഈ വിഷം ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ട് പോയില്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലും ഇത് മറ്റു അവയവങ്ങളിലും ഒക്കെ ഇത് ബാധിക്കുന്ന പറഞ്ഞത്. അതിനിപ്പോ കരളിനെ വല്ലതും ബാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഇതായി പോകുന്നൊക്കെ പറയാണ്. അപ്പൊ ഇതിനിടയിൽ ഡോക്ടർ ജയനോട് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വന്ന് പറയുകയാണ് കേട്ടോ. റിസൾട്ട് ഒക്കെ വന്നു. ഏതായാലും വേറൊന്നുമല്ല, കരളിനെ ബാധിച്ചിട്ടുണ്ട്, വിഷം കരളിനെ പൂർണ്ണമായിട്ടും ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു മേജർ ഓപ്പറേഷൻ ആവശ്യമാണ്. അപ്പം ഇനിയിപ്പം പൂർണ്ണമായിട്ടും ബാധിച്ചോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ കുറച്ച് ടെസ്റ്റുകൾ കൂടെ ഉണ്ട്. എങ്കില് മിക്കവാറും ഈ കരൾ വെക്കേണ്ട ഒരു ചെറിയൊരു ഇത് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ജയൻ പേടിച്ചു പോയില്ലേ, ജയൻ വല്ലാണ്ടങ്ങായി. അങ്ങനെ നമ്മുടെ ആദർശ നയനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പം നയനയാണെങ്കിൽ മൂർത്തി മുത്തച്ഛനോടും അതുപോലെ നമ്മുടെ വസന്തനോടും ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഇപ്പൊ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ഇരിക്കുന്നവരല്ല, പ്രായമായവരൊക്കെയാണ്. അപ്പൊ അത് പറയാതെ നവ്യോട് പോയി കാര്യങ്ങളൊക്കെ പറയുകയാണ്. നവ്യേച്ചി ഇങ്ങനെയാണ് സംഭവം, ഇച്ചിരി സീരിയസ് ഒക്കെ ആണെന്നാണ് പറയുന്നത്, എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നവ്യക്കും വല്ലാതെ വെപ്രാളവും പരവശവും ഒക്കെ കയറുകയാണ് കേട്ടോ. ഏതായാലും ഇനിയിപ്പം നമ്മുടെ ആദർശ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ ആദർശ അറിയാൻ പോകുന്നത് വേറൊന്നുമല്ല, ഡോക്ടർ കറക്റ്റ് ആയിട്ട് പറയുകയാണ്, ഒരു സർജറി വേണം, അത് കരള് മാറ്റി വെക്കണം, അതും ഈ രക്തഗ്രൂപ്പുള്ള ആളുടെ കരള് തന്നെ വേണം, വേറെ ആൾക്കാരുടെ അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഈ ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ചാണ് ഈ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അപ്പം ലിവറിന്റെ കുറച്ച് ഭാഗം വെച്ചാൽ മതി, ഈ ലിവർ വളരുന്നതായതുകൊണ്ട് വളർന്നോളും, അത് പേടിക്കാനൊന്നുമില്ല. പക്ഷെ അങ്ങനെ ലിവർ തരാൻ വേണ്ടി ഒരാൾ തയ്യാറാകണം എന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും നല്ലൊരു അടിപൊളിയായിട്ടാണ് നമ്മുടെ ഈ കഥ എപ്പിസോഡുകളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മുടെ നയനയാണ് അതിന് വില്ലിങ് ആയിട്ട് വരുന്നത്, അറിയാലോ, നയനയാണ് അതിന് വില്ലിങ് ആവുന്നത്. ഏതായാലും നയന വന്നു കഴിയുമ്പോഴേക്കും ഏതായാലും ഡോക്ടർ ചോദിക്കുമ്പം നയന കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ ഡോക്ടർ 100 തവണ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞാലും 100 തവണ പോയിട്ട് ഒരു തവണ പോലും നയനയ്ക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. നയനയ്ക്ക് സ്റ്റാർ ആകാൻ പറ്റുന്ന സമയമല്ലേ സ്റ്റാർ ആകാൻ പറ്റുന്ന സമയമല്ല എങ്കിലും നമ്മുടെ കഥയല്ലേ, അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഏതായാലും നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. നാളെ രാവിലെ കറക്റ്റ് 7:30 ഞാൻ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. രേവതിയുടെയും സച്ചിയുടെയും കഥ നാളത്തെ പ്രമോ വിശേഷം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടിയിൽ താഴത്തെ
താഴത്തെ വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാക്കുളുക്കും എന്നാന്നറിയത്തില്ല, അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.